ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വാട്ടയിന് ഡേ ആണ്. നമ്മളിന്ന് ഫുള്ള് ഒരു യാത്രയിലാണ് കേട്ടോ. കാലത്ത് 4:45 പരശുര എക്സ്പ്രസ്സിൽ കേരളത്തിലേക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയില്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പോവാണ്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഞാനും മോനും ചെല്ലും. അപ്പോഴത്തേക്കും അമ്മയും അച്ഛനും കേരളത്തിൽ നിന്നും ട്രിവാൻഡ്രത്തെത്തും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ എല്ലാ മാസവും അങ്ങനെയാണ് അമ്മയും കൊണ്ട് ചെക്കപ്പിന് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 4:45 കഴിഞ്ഞു കേട്ടോ. അബിക്കുട്ടൻ നല്ല തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറക്കമായി. കാലത്ത് 4:45 ഞങ്ങളുടെ സ്റ്റേഷനായ കുടുത്തറയിൽ നിന്നും വരുന്ന പരശുര എക്സ്പ്രസ് ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും നേരം വെളുത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അമ്മയെ കാത്തിരിക്കുവാണ്. അമ്മയും അച്ഛനും മാവേലി എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ഒരു 6:30 ആവാറായി വന്നപ്പോൾ. അപ്പോൾ അബിക്കുട്ടനെ ഞാനും അമ്മയും ഇങ്ങനെ കാത്തിരിക്കുവാണ്. അമ്മയും അച്ഛനും എത്തിയപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇടിയപ്പമാണ് വാങ്ങിച്ചത്. അച്ഛന് പൂരിയും കിഴങ്ങറിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഞാനും പൂരി തന്നെയാണ് ഓർഡർ ചെയ്തത്. പൂരിയും കിഴങ്ങറി, ചമ്മന്തി, പിന്നെ വടയുണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മൾ രാവിലത്തെ ചായയും മേടിച്ചു കേട്ടോ. അമ്മയെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം അമ്മ അത്രയ്ക്കും ടയേർഡാണ്. എല്ലാ മാസം ചെക്കപ്പോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അമ്മ നല്ല ടയേർഡാണ്. അപ്പോൾ അച്ഛനാണിത്. അച്ഛന് പൂരി കഴിച്ചതിന് ശേഷം പിന്നെ നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തു. ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് സാമ്പാറുണ്ടായിരുന്നു. ഇത് വെണ്ടയ്ക്ക പച്ചടിയാണ്. വെണ്ടയ്ക്ക പച്ചടി ഉണ്ടായിരുന്നു, മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു, കൂടെ തന്നെ അവിയലും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ അമ്മ ചേറിയിരുന്ന് കഴിക്കുകയാണ്, അമ്മ അച്ഛനും. എനിക്കവിടെ സീറ്റ് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നമ്മൾ സാധാ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെ അപേക്ഷിച്ച് നല്ല ഫുഡാണ്. ഉച്ചയ്ക്കുള്ള ഫുഡിന് ശേഷം നമ്മൾ ഡോക്ടറെല്ലാം കണ്ടിട്ട് അമ്മയ്ക്കുള്ള മെഡിസിൻസൊക്കെ മേടിച്ചിട്ട് ഹോസ്പിറ്റലിനകത്ത് തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയുടെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് നമ്മൾ മോദകവും പഴംപൊരിയും വാങ്ങിച്ചു, അത് കഴിച്ചു. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അബിക്കുട്ടിന് ബിസ്ക്കറ്റ് മേടിച്ചു. പിന്നെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഫ്രൂട്ടി വാങ്ങിച്ചു. പിന്നെ ഒരു മഞ്ച് ചോക്ലേറ്റ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ്. അബിക്കുട്ടിന് ഇഷ്ടമാണ്. ഇത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലവ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ് മേടിക്കാറുണ്ട്. നിറയെ നല്ല മധുരവുമാണ്, നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റ്. അപ്പോൾ അത് അബിക്കുട്ടിന് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം നമ്മളൊരു 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനുള്ള ട്രെയിനാണ് അവിടെ കിടക്കുന്നത്, ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ട്രെയിൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. അപ്പോൾ ട്രെയിനകത്ത് കയറി. ട്രെയിനിലൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നമ്മൾ അപ്പോൾ കടല വാങ്ങിച്ചു കഴിക്കാനായിട്ട്. അപ്പോഴേക്കും ഒരു 5 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ട്രെയിൻ നല്ല ഫാസ്റ്റ് ട്രെയിനാണ്. ട്രിവാൻഡ്രം വിട്ടാൽ നേരെ വർക്കല വിട്ടാൽ ഞങ്ങളുടെ സ്റ്റേഷനായ പരവൂരാണ് കേട്ടോ നിർത്തുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തും. വീട്ടിലല്ല, റെയിൽവേ സ്റ്റേഷനിൽ എത്തും. പിന്നെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പം വീട്ടിൽ ചെന്ന് രാത്രിത്തെ ഫുഡെന്ന് വെച്ചാൽ നെത്തോലി മീൻകറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, കൂടെ തന്നെ മുട്ടയുണ്ടായിരുന്നു. കഴിച്ചിട്ട് നല്ല ക്ഷീണം കൊണ്ടിട്ട് ഞങ്ങൾ വേഗം പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.